ആലുവ മണപ്പുറം പാലത്തിനടിയിൽ ലഹരി ഉപയോഗിച്ച് പരസ്പര ഏറ്റുമുട്ടൽ. സംഘർഷത്തിൽ ഒരാൾ പെരിയാറിലേക്ക് വീണു. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ കഞ്ചാവും മദ്യപാനവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയായി ആരും ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല എന്നത് വിഷമകജനകമാണ്. എടുത്തോണ്ട് പോളെ ആളെടുത്തോണ്ടോ മണപ്പുറം പാലത്തിന്റെ അടിവശത്ത് ലഹരി മാഫിയ തമ്പടിക്കുന്നുവെന്നാണ് വിവരം. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നു. ശ്യാമ, ഒറ്റ നോട്ടത്തിൽ കണ്ണെത്താത്ത ഇടമെല്ലാം ഈ പറയുന്ന ലഹരി സംഘങ്ങളുടെ ഹൈഡൌട്ട് സ്പോട്ടുകളാണ്. ചിലപ്പോൾ ഒന്നിച്ചു വന്ന് ലഹരി ഉപയോഗിക്കും, ചിലപ്പോൾ 2-3 സംഘങ്ങൾ ഒരേ ഇടത്തുണ്ടാകും. അങ്ങ് കിക്ക് മൂത്തു കഴിഞ്ഞാൽ പരസ്പരം തല്ലാണ്. ഇത്തരത്തിൽ പറയുന്നത് പോലെ പുഴയിലേക്ക് വലിച്ചെറിയുന്നു, പിന്നീട് അങ്ങോട്ട് നോട്ടമില്ല. ഇത്തരത്തിൽ ഹൈഡൌട്ട് സ്പോട്ടുകൾ പെരുകുകയാണ്. എന്താണ് വിവരങ്ങൾ? ഈ മേഖല പതിവായി ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ വിഹാര കേന്ദ്രമാണോ? സുഹേലിന്റെ ആലുവ മണപ്പുറം പാലത്തിന്റെ താഴത്താണ് ഇപ്പോൾ ലഹരി മാഫിയ സംഘം പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം ഈ ലഹരി ഉപയോഗിച്ച ശേഷം ഈ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സംഘർഷമുണ്ടായി. അതിലൊരാൾ ഇവരിൽ തന്നെയാണ് പിടിച്ചു തള്ളി ആ പെരിയാറിലേക്ക് തള്ളിയിട്ടത്. ലഹരി ഉപയോഗിച്ച് നേരെ നിൽക്കാൻ കഴിയാത്ത ആളാണ് ആ പെരിയാറിലെ വെള്ളത്തിൽ കിടക്കുന്നത്. ആ സമയത്ത് അവിടെ നാട്ടുകാർ എത്തി. അവരാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെ കൊണ്ട് തന്നെ ആ ലഹരി ഉപയോഗിച്ച് വെള്ളത്തിൽ വീണ ആളെ കരയ്ക്ക് കയറ്റി പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ വെള്ളം കയറി വെള്ളം കുടിച്ച് ഇയാൾ മരിച്ചു പോകുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടാകുമായിരുന്നു. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുടെ സുരക്ഷിത താവളമായി അവിടെ മാറുകയാണ്. ആലുവ പോലീസ് സ്റ്റേഷനും SP ഓഫീസിനും ഒക്കെ അടുത്താണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ പട്ടാപ്പകൽ ഇങ്ങനെ തമ്പടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും നാട്ടുകാർ ഇപ്പോൾ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ദൃശ്യം തന്നെ പുറത്തു വരുന്നത്. ഏതായാലും ഇതിൽ പോലീസിന്റെ ഇടപെടൽ കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുജനങ്ങളുടെ ആദ്യ നോട്ടത്തിൽ എവിടെയൊക്കെ കണ്ണെത്തുന്നില്ല, ഇടത്തൊക്കെ ലഹരി കേന്ദ്രങ്ങൾ അവിടെ വിഹാര കേന്ദ്രമാക്കി അവർക്ക് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഇടമാക്കി മാറ്റുകയാണ്. അത്തരത്തിലൊരു ഇടമാക്കി മാറ്റിയ സ്ഥലത്തെ ഒരു അപകടം അല്ലെങ്കിൽ ആ ലഹരി കിക്കിൽ പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ അടക്കം ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കടുത്ത നടപടി ലഹരി വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.